നമ്മൾ ഏകദേശം നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സാഹിബേ നമ്മളിത് അറിഞ്ഞില്ലല്ലോ, അവിടെ വരെ വണ്ടി പോകുന്നില്ല. നമ്മൾ വിചാരിച്ചു ചിക്കൻ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിടികളാ ഒരു വെള്ളച്ചാട്ടം തപ്പി ഇറങ്ങി വഴി തെറ്റി 2-3 കറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ തപ്പി കിട്ടി. ഒരു ആളോട് ചോദിച്ചിട്ട് കിട്ടി. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന വഴിയല്ല, നമ്മളല്ലാത്തൊരു വഴി കൂടെ വേണം. ഇതിനാ ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടുമല്ല, തന്നെ ഇറങ്ങി പോകുമ്പോഴേ അങ്ങ് പോകുന്നതൊരു മനോഹരമായിട്ടുള്ളൊരു വഴി കൂടെ പോകുന്നത്. അടിപൊളി ഒരു ലൊക്കേഷൻ. ഇന്ന് നമുക്കിവിടെ ഫുഡ് വയ്ക്കണം. ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ. പക്ഷേ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. അവർ ഗേറ്റ് ഇട്ട് അവിടെ ക്ലോസ് ചെയ്തിരിക്കും. അപ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ നടന്നു വരണം. നടന്നു വരാൻ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട്. വെള്ളം വീഴുന്ന സൗണ്ട്. ഇവിടെ നമ്മൾ ഫുഡ് വെച്ചിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകും. അവിടെയാണ് മെയിൻ സ്ഥലം. പക്ഷെ അവിടെ വരെ നമുക്കിത് ചുമ്മിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഫുഡ് വെക്കാനായിട്ട് നമ്മളൊരു അടിപൊളി ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു കേട്ടോ. നമുക്ക് എല്ലാം കൊണ്ട് ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം, ചെറിയൊരു അരുവിയുടെ സൈഡിലായിട്ട് നമ്മളിപ്പോൾ ഫുഡ് വെക്കാൻ പോകുന്നത്. നല്ല തെളിഞ്ഞ ശുദ്ധമായിട്ടുള്ള ഒരു ചെറിയൊരു അരുവി, നല്ല തണുത്ത. ഈ ഫുഡൊക്കെ വെച്ച് അതിനു മുമ്പ് ഒരു കുളി പാസ്സാക്കണമെങ്കിൽ നമുക്ക് അതിനും ഇവിടെ പറ്റും. നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നൈസായിട്ടൊരു ഫുഡ് അടിക്കും. സൗദിയിൽ ഏറ്റവും കൂടുതൽ നല്ല ശുദ്ധമായി കിട്ടുന്ന സ്ഥലത്തായിട്ട് നമ്മളുള്ളതാട്ടോ അബഹ എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് ആട്ടോ. ഇവിടുത്തെ പെപ്സി പോലിരിക്കും. അത് നല്ല തണുത്ത വെള്ളത്തിൽ തണുപ്പിക്കാനായിട്ട് തണുപ്പില്ലായിരുന്നു. ഇതെല്ലാം വാങ്ങിച്ച് വണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഫുഡ് കബ്സയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഫുഡ് വെച്ച് കഴിക്കാന്നുള്ളത്. അപ്പോൾ മലയാളികളാണല്ലോ, അപ്പോൾ നമ്മൾ ആദ്യമേ തലയിലൊരു കെട്ട് കെട്ടണം. എന്ത് ഔട്ട്ഡോറിൽ പാചകം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ആണുങ്ങൾ തോർത്തെടുത്തിട്ട് തലയിൽ കെട്ടണം. അതൊരു നാട്ടുനട. ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ തയ്യാറെടുത്തിട്ട് വേണം കബ്സ എന്ന പരിപാടിക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ചൂട് കട്ടനടിച്ചിട്ടാവാം ഇനിയുള്ള കബ്സ പരിപാടി എന്ന് തീരുമാനിച്ചു. ആദ്യം കട്ടനടി. സലാഡ് തൈര് കൂട്ടി അടിക്കും. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാം. ഇതുപോലെ ഒരു ലൊക്കേഷനിൽ വന്ന് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അതും പ്രത്യേകിച്ച് നമ്മുടെ റൂമിലെ ആൾക്കാരെല്ലാം വന്ന് ഇങ്ങനെ വെളിയിലെ പാചകമൊക്കെ ചെയ്ത് നല്ലപോലെ ഒരു ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര സന്തോഷം. സ്വന്തം നാട് വിട്ട് നമ്മൾ തുടങ്ങുന്ന പ്രവാസം എല്ലാവർക്കും കൈപ്പേറിയ ഓർമ്മകളാണ് കൂടുതൽ നൽകാറ്. പക്ഷെ അതുപോലുള്ള ചില ഓർമ്മകളുടെ ഇതുപോലെ മധുരമുള്ള ഓരോ അനുഭവങ്ങളാണ് നമുക്ക് എന്നും ഒരു ആശ്വാസം. നാട്ടിൽ നമ്മളെപ്പോലുള്ള ആളുകൾ പല രീതി കഴിവ് തെളിച്ചിട്ടുണ്ടെങ്കിലും പാചക കലയിൽ കഴിവ് തെളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രവാസി ആയതിനു ശേഷമാണ്. ഒരു പ്രവാസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ബിരുദമുണ്ട്, പാചക കലയിലുള്ള ബിരുദം. ചിലർ അതിലാണെങ്കിൽ ബിരുദാനന്തര ബിരുദം എടുക്കും. അങ്ങനെ ചിലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി, മല്ലപ്പൊടി, ഗരം മസാല. ഇങ്ങനെ വന്ന് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ആഹാരത്തിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഏത് വലിയ ഹോട്ടലിൽ പോലെ നമുക്ക് കിട്ടത്തില്ല. കബ്സ മസാല, മാഗി ക്യൂബ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് കിട്ടുന്ന ഫുഡിനേക്കാളിൽ ഏറ്റവും മികച്ച ടേസ്റ്റോട് കൂടി ഒരു നിമിഷ നേരം കൊണ്ട് ഒരു പ്രവാസിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ശബ്ദമായിരിക്കും. എനിക്ക് 100% ഉറപ്പാകട്ടോ, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അടിപൊളി കബ്സ ഉണ്ടാക്കുന്നതിൽ പ്രാവീണ്യം നേടും. ഒരു 5 മിനിറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കാം. 2 കപ്പ് അരിയാണ് എടുത്താക്കണം. അപ്പം 1 കപ്പിന് 2 കപ്പ് വെച്ചാൽ അപ്പം മൊത്തം 4 കപ്പ്. 3 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. 4 കപ്പ് വെള്ളം. കപ്സായ്ക്ക് പറ്റിയ ചിക്കൻ ഫ്രൈ, ചിക്കൻ മസാല. ഇതെന്താണ് അണ്ണൻ്റെ സ്പെഷ്യൽ മസാലയാണ്? ഇത് മാജിക് കൂട്ട. ഇത് പറഞ്ഞു തരത്തില്ല. എല്ലാം അണ്ണനെ നോക്കിയിരിക്കും. അണ്ണൻ്റെ ഈ മസാല റെസിപ്പി എണ്ണയാന്ന് വെച്ചേ. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ ഇടയ്ക്ക് ഒരുത്തൻ ഇളക്കി ആറ്റി പോയിട്ടുണ്ട്.
എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇനി മക്ക കുളിച്ചിട്ട് കയറാം. ആ ഇങ്ങോട്ട് നോക്കാം. അറിയാലോ. അരി ഇടാൻ പോകും. ഒരു ഭാഗത്ത് ചിക്കൻ ഫ്രൈ, ഒരു ഭാഗത്ത് കപ്സ, ഒരു ഭാഗത്ത് കുളത്തി വീണ് രണ്ടാവും. എങ്ങനെ വീണാണോ നീ? തെന്നി വീണ ചിക്കൻ ഫ്രൈ അങ്ങോട്ട് നല്ല ഇളക്കണ്ടേ അങ്ങോട്ട്. അടുത്ത നീ ഞാൻ അങ്ങോട്ട് വരുവാ. ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരുവാ. നമ്മൾ ഉപ്പെല്ലാം നോക്കി എല്ലാം സെറ്റായി നമ്മൾ അടച്ചു വെക്കാൻ പോകും. ഒരു അരി കിട്ടോടാ. 20 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ. ഞങ്ങൾ ആ 20 മിനിറ്റ് പോയി കുളിച്ചിട്ട് വന്നാലോ ആലോചിക്കുക. നല്ല തണുത്ത വെള്ളത്തിൽ പോയി ഒരു കുളി കുളിച്ചിട്ട് ക്യാമറ കൊണ്ടൊക്കെ വെള്ളത്തിൽ വീണ സീനാണ്. ഇതൊരു അന്യ തണുപ്പെന്ന് വെച്ചാ അന്യാണ്. ഐസ് വെള്ളത്തിൽ കുളിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്നെ ഇവിടെ തെറിക്കുന്നുണ്ട്. ആയിപ്പോ ഓണം കൂടാ. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മളത് കോരാൻ പോവാ. നീ എന്നെ പുക പുക അടിച്ചെന്റെ അണ്ണാക്കി. അതൊക്കെ കൈ വെച്ച് ഇങ്ങനെ എടുത്തിടാന്നുള്ളൂ. ഞാനൊക്കെ അങ്ങനെ എപ്പോഴും അങ്ങനെ ആയിരുന്നു. നീയല്ലേ വെള്ളത്തിൽ ഇറങ്ങിയത്? ഞാൻ പറഞ്ഞിട്ടാണ് നീ വെള്ളത്തിൽ ഇറങ്ങി. അതെ സലാഡിനാണോ? അതെ അതെ. ആദ്യത്തെ ചിക്കൻ തീർന്നു. ആ ശരി, ആദ്യത്തെ ചിക്കൻ തീർന്നുകൊണ്ട് നമ്മൾ അടുത്ത സെറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു ജനം ചിക്കനാ ടേസ്റ്റ് ചെയ്തത്. കോരിക്കോ കോരിക്കോ. അങ്ങനെ നുണുക്ക് വിദ്യകൾ കൊണ്ട് എളുപ്പവഴി തയ്യാറാക്കിയ നമ്മുടെ അടിപൊളി കപ്സ് റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളത് പാ വിരിച്ച് കഴിക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പായലേക്ക് ഞങ്ങൾ ചുമ്മാ തട്ടുവന്നല്ല, ഇതിൻ്റെ മേളിൽ സുപ്ര എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ വിരിച്ചിട്ട് അതിൻ്റെ മേളിലിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് പൊക്കി പറഞ്ഞാൽ കഴിക്കാത്ത നിങ്ങൾ വിചാരിക്കും ഞാൻ തള്ളുവാന്ന്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പ്രവാസി വയ്ക്കുന്ന ഒരു ബിരിയാണി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഒരു അടിപൊളി കപ്സയോടൊപ്പം ഞങ്ങളൊരു അടിപൊളി ലൊക്കേഷനിലിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കുക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ പറഞ്ഞറിയിക്കണ്ടല്ലോ. പിന്നെ പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാനിപ്പൂരി പൊരിച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പം നമ്മുടെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.